ഗോവിന്ദ മാഷെ പണ്ടത്തെ പോലെ നമ്മൾ എഴുതുന്നതും പറയുന്നതൊന്നും നാട്ടുകാർ വിശ്വസിക്കുന്നില്ലെന്നേ. ആ കാലമൊക്കെ അങ്ങ് പോയി. നമ്മൾ എഡിറ്റോറിയൽ പേരിലോ ലേഖനം എഴുതിയെന്ന് വിചാരിച്ചിട്ട് അത് നമ്മുടെ അണികൾ പോലും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് വേണ്ടേ സാധാരണ ജനങ്ങളെ വിശ്വസിക്കാൻ. അതുകൊണ്ട് നമ്മൾ നിയമത്തിന്റെ വഴിയെ പോകണം. ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടക്കുമ്പോഴേ നമ്മൾ നിയമത്തിന്റെയും പോലീസ് നടപടികളുടെയൊക്കെ വഴികൾ ആലോചിക്കണ്ടായോ, അത് ഉപയോഗിക്കണ്ടായോ? ഇനി അതൊന്നും അല്ലെങ്കിൽ പ്രസ് കൗൺസിൽ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് കേന്ദ്രത്തിലെ. അവിടെ പരാതി കൊടുക്കാം. അവിടെ പരാതി കൊടുത്ത് അവരന്വേഷിക്കട്ടെ എന്നേ. എന്തായാലും പ്രസ് കൗൺസിൽ ആയാലും പോലീസ് ആയാലും കോടതി ആയാലും നമുക്ക് ഇവന്മാരുടെ തൊലി ഉരിച്ചു കാണിക്കണം. ഈ UDF അവന്മാര് കുറെ കാലമായിട്ട് നമ്മുടെ പിണറായി സഖാവിനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയല്ലയോ. പിന്നെ മനോരമ അവരുടെ കൂട്ട പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ. പിന്നെ ED ഇവരെയൊക്കെ അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? കേരളത്തിലെ ജനങ്ങൾ നമ്മളെ 2ാം തവണ ഭരണമേൽപ്പിച്ച എന്തിനാ? ആ സർക്കാരിനെയാണ് ഇവർ അട്ടിമറിക്കാൻ നോക്കുന്നത്. അങ്ങനെ വെറുതെ അവരങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു വേണ്ട. നമ്മൾ എന്തെങ്കിലും ഉടനടി ചെയ്തേ പറ്റത്തുള്ളൂ. അതാ ചെയ്യേണ്ടത്. പ്രസംഗവും ഈ ലേഖനം എടുത്തൊന്ന് അവസാനിപ്പിക്കുക. മറ്റൊത്തിരി പ്രൊവിഷൻസ് ഉണ്ടല്ലോ, നമ്മൾ അതാ ചെയ്യേണ്ടത്. ഞങ്ങൾ സഹാക്കൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഈ വ്യാജ സമൻസിന്റെ അത് സംബന്ധിച്ച വ്യാജ വാർത്തയുടെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവന്ന് കള്ളത്തരങ്ങളെ തുറന്നു കാട്ടി നമ്മുടെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകനും സ്ഫുടം ചെയ്തെടുത്ത സ്വർണം പോലെ തിളങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ സഖാക്കൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ.